എൻ്റെ കസിൻ്റെ മാരേജാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതാ നമ്മൾ വന്ന സമയത്ത് അവിടെ സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇത് ലേറ്റായി പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദാ എൻ്റെ സിസ്റ്ററും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവരും അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് റൂമിൽ ഇരുത്തിയിട്ട്, പക്ഷേ അവർ റൂമിൽ ഇരുത്തിയിട്ടൊന്നുമില്ല, ഉറക്കാൻ നോക്കിയപ്പോൾ ഉറങ്ങിയിട്ടില്ല. അതായത് അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അവർ ഇതേപോലെ അവിടെ കളിക്കാൻ പോയി. അപ്പോഴത്തേന് സ്റ്റേജിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഫ്ലവറും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേനും ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് ഓല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേനും സെറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് മുറ്റത്തേക്ക് കുറച്ച് അതായത് സ്പേസ് അധികം ഉണ്ട് കേട്ടോ മുറ്റത്തേക്ക് എത്താൻ, ഗേറ്റിൻ്റെ അവിടുന്ന്. അപ്പോൾ ആ ഒരു ഭാഗം അവർ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും കാണാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം ഞാനും സിസ്റ്ററും ഇതേപോലെ മക്കളൊക്കെ ആദ്യം മാറ്റിച്ചു. പിന്നെ ഞങ്ങളും റെഡി ആയിട്ടോ. അപ്പോഴത്തെ ഏകദേശം ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ അതാ അവർ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആളുകൾ വന്ന്, അപ്പോൾ അവർ ഓരോരുത്തരുടെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. പിന്നെ അതാ റൂമിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ വേറെ ഇടാം. ഇതാണ് കേട്ടോ നമ്മളെ ചെക്കൻ്റെ റൂം വരുന്നത്. പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ കുറച്ച് നേരം സ്റ്റേജ് മേലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നു. പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഓൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. പിന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ദഫിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് സെറ്റ് ചെയ്ത് ഒരു 10-10:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാനുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പരിപാടി കണ്ടു. പിന്നെ കുറച്ചധികം ടൈം ഉണ്ടായിനി. അപ്പം നമ്മൾ കുറച്ച് നേരം കണ്ടിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുത്ത് നമ്മൾ നേരെ തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ പാട്ട്